വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കുവാണ്. നേരത്തെ നിങ്ങളെന്നെ കണ്ടത് സോസേജ് കറീൻ്റെ എപ്പിസോഡിലാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞു നിങ്ങളെന്നെ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തിരിച്ച് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്കൊരു ഒരു ഡെസേർട്ട് ആയാലോ. ഇതെൻ്റെ ബെസ്റ്റ് ബഡിയുടെ ഫേവറേറ്റാണ്. അപ്പോൾ അവൾ എന്നോട് കുറേ റിക്വസ്റ്റ് ചെയ്തു, എനിക്കൊരു ബ്രൗണി ഉണ്ടാക്കി തരുമോ. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ബ്രൗണി. ഇത് ഭയങ്കര ഫജ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. ഒറ്റൊരു ബൗൾ മതി, നിങ്ങൾക്ക് എല്ലാം മിക്സ് ചെയ്ത് ഇതിൽ തന്നെ ഉണ്ടാക്കാം. ബീറ്റർ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഈ ബ്രൗണിയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ മറക്കല്ലേ, കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് ബഡി ജിജി അവൾ ഇത് വന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് വരാൻ, ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവൾ വന്ന് ട്രൈ ചെയ്യും. അപ്പോൾ അവളുടെ റിയാക്ഷൻ ലൈവായിട്ടല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് വീഡിയോൻ്റെ അവസാനം കാണാം. പിന്നെ വേറൊരു കാര്യം, ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോസ് എല്ലാം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഹീറ്റ് പ്രൂഫ് ബൗൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു മൈക്രോവേവ് സേഫ് ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ഔൺസ് ചോപ്ഡ് ചോക്ലേറ്റ് എടുക്കണം. ഞാനിവിടെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് 30 സെക്കൻഡ്സ് ഇൻ്റർവെൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡബിൾ ബോയിലറിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് മേ ബി ഒരു 1 മിനിറ്റ് എടുക്കത്തുള്ളൂ, 1 or 1.5 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ബട്ടറും ചോക്ലേറ്റും കൂടെ നന്നായി ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോന് മിക്സ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കേക്കും ബ്രൗണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്നിട്ട് മിക്സ് ചെയ്യാൻ നിന്നതാണ് എൻ്റെ കൂടെ. What are you doing? Mix. Oh, wow. What color? What color? What color? Black color. അപ്പോൾ അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 വലിയ മുട്ട ചേർക്കാം. ആൻഡ് മുട്ട ഓൾവേസ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി മുട്ട എടുക്കുമ്പോൾ അത് 1/2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിന് വേണ്ടി കോക്കോ പൗഡറും മൈദയും നിങ്ങൾ അരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് കോക്കോ പൗഡർ, 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 കപ്പ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചോക്ലേറ്റിൻ്റെ മണമൊക്കെയാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരു ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണി എന്നൊക്കെ പറയാം. കാരണം കൊക്കോ പൗഡർ ഉണ്ട്, ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, പിന്നെ അതുകൂടാതെ നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്തിട്ട ചോക്ലേറ്റ് ഉണ്ട്. ഇനി വീണ്ടും ചോക്ലേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഫുള്ളി ചോക്ലേറ്റി ഒരു ബ്രൗണിയാണിത്. അപ്പോൾ ഇത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മളൊരു റബ്ബർ സ്പാറ്റുല വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവി ആയാലും മതി, ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് നന്നായി എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആയ വരെ ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ വീണ്ടും ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 2 ഔൺസ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര ചോക്ലേറ്റിയാണ് ഇതിൻ്റെ ടെക്സ്ചർ തന്നെ കണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആദ്യം തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം.
എന്നിട്ട് ഇത് ഒരു 8x8 സ്ക്വയർ പാനാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഒരു 9x13 റെക്റ്റാങ്കിൾ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ 2 പ്രാവശ്യമായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ ലിക്വിഡായിട്ട് വരുന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടെ വെച്ച് നോക്കുക. അതിൽ ജസ്റ്റ് ഒരു ക്രംസ് പോലെ വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് കുക്ക്ഡ് ഫുള്ളി. അപ്പോൾ തന്നെ നിങ്ങളത് പുറത്തോട്ടെടുക്കണം. കാരണം നമുക്ക് ആ ടെക്സ്ചറാണ് വേണ്ടത്. ഇത് ഫഡ്ജി ബ്രൗണീസ് ആയതുകൊണ്ട് അത് ഫുള്ളി കുക്ക് ചെയ്യല്ല നിങ്ങൾ. അതിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ ക്രംസ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഡൺ. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രൗണിയാണ് ഇത്. കുറേ ചോക്ലേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രൗണിയുടെ കമൻസ് കേൾക്കണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ വീഡിയോ തുടർന്നും കാണണം. ഓക്കെ, ഹായ് എവ്രി വൺ, വെൽക്കം ടു ലീനൂസ് കിച്ചൺ. ഇന്ന് ലീനൂസിൻ്റെ ചോക്ലേറ്റ് ബ്രൗണി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ബ്രൗണിയുടെ വലിയ ഫേവറേറ്റ് ആളാണ്. സോ നമുക്ക് ഈ ചോക്ലേറ്റ് ബ്രൗണി കഴിച്ചു നോക്കാം അല്ലേ? കണ്ട സംഭവം നോക്കിയേ, കിടുവല്ലേ? അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ, അതിന് പോലെയല്ല, ഇത് ഡിഫറെൻ്റ് ആണ്. സെയിം വേ ഓഫ് ഇതൊക്കെ സെയിം തന്നെ, പക്ഷേ ചോക്ലേറ്റ് ആണ് സംഭവം. സോ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കഴിച്ചോണ്ടിരിക്കുക, പറഞ്ഞുതരാം. സംഭവം അങ്ങനെ ഫജിയാണ്. ഓക്കെ, നമുക്കിങ്ങനെ വലിവ് തോന്നത്തില്ല ഉള്ളിൽ, പിന്നെ കഴിക്കാനുള്ള ടെൻഡൻസി, അതാണ് സംഭവം. ഉള്ളിൽ ചോക്ലേറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ. കണ്ടോ, ഞാൻ കടിച്ച ഭാഗം കാണിക്കില്ല, ഈ ഭാഗം കാണിക്കാം. ഇവിടെ നല്ല സോഫ്റ്റ് ആണ്, ഇവിടെ ഈ കളർ വരാം. നമുക്ക് ഫുൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ നമ്മൾ കാരമലില്ലേ, അതിൻ്റെ ഒക്കെ ഫ്ലേവർ നമുക്ക് ചവയ്ക്കുമ്പോൾ ഇങ്ങനെ തോന്നും. ഫജ്ജി ആയതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ തോന്നും. ഓക്കെ, ഇനി അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? വിത്ത് ഐസ്ക്രീം ഇറ്റ്സ് യമ്മി സാധനമാണേ. അപ്പം ഞാൻ ഐസ്ക്രീമിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്ന കണ്ടാ നിങ്ങൾ, ഇതവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഐസ്ക്രീമും കെട്ടി കഴിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. എനിക്കിപ്പോൾ തന്നെ വായിലിങ്ങനെ കപ്പൽ ഓടുന്നുണ്ട് കേട്ടോ, കാരണം ഇത് എൻ്റെ വളരെ ഫേവറേറ്റ് ആണ് വിത്ത് ഐസ്ക്രീം. സോ ദ ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീം, ഇത് നല്ല മെൽറ്റായിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ആവണം, എന്നാലേ ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനത് കഴിക്കാൻ പോവാണേ. നോക്കോ, സൂപ്പർ എന്ന് പറഞ്ഞുണ്ടല്ലോ. യു ഗൈസ് ഹാസ് ടു ട്രൈ ദിസ് ഔട്ട്. നിങ്ങൾക്ക് കഴിച്ചാൽ മാത്രമേ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ബോറടിപ്പിക്കുന്നില്ല. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, വാച്ച് ലീനൂസ് കിച്ചൺ. അതുവരെ ബൈ. അപ്പം വേറെ ഒരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നു. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ ഒരു മിനിറ്റ്